കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനുമെതിരെ ഭൂമിക്കൊരു കുട എന്ന പദ്ധതിക്ക് പുനലൂരിൽ തുടക്കമായി. പുനലൂർ MLA കെ രാജുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വനം കായിക വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഭൂമിയിൽ പല ജീവികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും പല ജീവികൾക്കും വംശനാശ ഭീഷണി നേരിടുകയാണെന്നും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അശാസ്ത്രീയമായ സമീപനം മൂലം മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്നും വനം മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മനുഷ്യനും വ്യവസായശാലകളും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നതിലൂടെയാണ് പ്രധാനമായും ആഗോളതാപനം വർദ്ധിക്കുന്നതെന്നും വൻതോതിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ആഗോളതാപനത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ ഭൂഗർഭജലം താന്നു പോകുന്നതിൽ മുൻപിൽ നിൽക്കുന്ന 2 ജില്ലകൾ പാലക്കാട് ജില്ലയും കൊല്ലം ജില്ലയുമാണ്. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയാൻ പറ്റുന്ന കല്ലടയാണ് മണൽവാരൽ. മണൽ മാഫിയുടെ പ്രവർത്തനം കൊണ്ടും മണൽ വാരലുകാരെ കൊണ്ടും അതിന്റെ എല്ലാം നശിച്ച അവസ്ഥയാണ്. മാസത്തിൽ ഒരു ദിവസം ഒരു ടീം വരിക, അത് ചെയ്യാം. ഒരു 50 കുട്ടികൾ വന്ന് വൃത്തിയാക്കിയിട്ട് പോവാം. മാസത്തിൽ ഒരു ദിവസം 100 പേര് വന്ന് ഒരുമിച്ച് റെഡിയാക്കിയിട്ട് പോവുക. അതിന് അവർക്ക് ആവശ്യമായ ഒരാൾക്ക് 20 രൂപ വെച്ച് അവർക്ക് ആവശ്യ റിഫ്രഷ്മെന്റിനുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാനുള്ള, വെള്ളം കൊടുക്കാനുള്ള 20 രൂപ വെച്ച് പെർ ഹെഡ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സംരക്ഷണവും സുരക്ഷയും ഏറ്റെടുക്കാനുള്ള ബാധ്യത പുതുതലമുറയ്ക്കുണ്ടെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കെ രാജു MLA പറഞ്ഞു. നമ്മുടെ വീണ്ടും പഴയതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ നാടിന് മുഴുവൻ അല്ലെങ്കിൽ ഭൂമിക്ക് മുഴുവൻ കുട എന്ന രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളർത്തി അവയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് വ്യാപകമായ പ്രചരണത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കേണ്ട വിഷയമാണ്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ഫോട്ടോഗ്രാഫി മത്സരം, ക്വിസ് മത്സരം, പരിസ്ഥിതി ചിത്രരചനാ മത്സരം എന്നിവ നടന്നു. പുനലൂർ ചെമ്മന്തൂർ സ്കൂളിൽ നടന്ന ഭൂമിക്കൊരു കുട എന്ന പദ്ധതി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുപ്രവർത്തകരുടെയും വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.